യു എയിൽ നിന്ന് നേപ്പാളിലേക്ക് ടൂർ പോയാലും തിരിച്ച് യു എയിലോട്ട് വരാൻ പറ്റില്ല. യെസ്, യു ഹേർഡ് ഇറ്റ് റൈറ്റ്. ഇപ്പോൾ നേപ്പാളിലുള്ള ശശിധരൻ നായർ പറയുന്നത് കേട്ട് നോക്കൂ. ഇവിടെ വലിയൊരു പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാരൊക്കെ വല്ലാത്തൊരു അവസ്ഥയിലാണ്. ഒരു പ്രത്യേകിച്ച് യു എയിൽ നിന്നൊക്കെ വന്നവർ വല്ലാത്തൊരവസ്ഥയിലാണ് എങ്ങനെ തിരിച്ചു പോകുന്നത്. അവർക്ക് ഈ ടിക്കറ്റൊക്കെ എടുത്ത് ഇനിയിപ്പോൾ യു എയിലേക്ക്, ഷാർജയിലേക്കോ, ദുബൈയിലേക്കോ, അബുദാബിയിലേക്കോ ഒന്നും തിരിച്ചു പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. ഓക്കെ, കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാം. ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സിന് നേപ്പാളിലോട്ട് പോകാൻ വിസയൊന്നും വേണ്ട. ട്രിപ്പൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്നത് ഇന്ത്യയിലോട്ടല്ല, ദുബായ് പോലുള്ള ഒരു തേർഡ് ഡെസ്റ്റിനേഷനിലേക്കാണ് എന്നുണ്ടെങ്കിൽ ദാ ഈ സ്ക്രീനിൽ കാണുന്ന പോലുള്ള NOC വേണം. ആരുടെ എന്നല്ലേ? നേപ്പാളിലുള്ള ഇന്ത്യൻ എംബസിയുടെ. അത് കിട്ടുന്ന അത്ര എളുപ്പമാണോ? കിട്ടിയ ശശിധരൻ നായർ തന്നെ പറയട്ടെ. എംബസിൽ പോയിട്ടാകുമ്പോൾ വളരെ ദയനീയമാണ് അവസ്ഥ. ഒരുപാട് ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ട്. അത് തന്നെ വലിയ ബുദ്ധിമുട്ടുള്ളൊരു പ്രൊസീജിയറാണ്. അവിടുന്ന് 2-3 ഫോം വാങ്ങിക്കണം, അത് ഫില്ല് ചെയ്യണം, ഫോട്ടോ വേണം, അത് കഴിഞ്ഞ് പാസ്പോർട്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കൊടുക്കണം. നേപ്പാളീസ് മണി 3500 അവിടെ കെട്ടിവെക്കണം. അത് അന്ന് തന്നെ എന്നിട്ട് അതിന് കിട്ടൂല, റെസിപ്റ്റ് കിട്ടുള്ളൂ. പിന്നെ പിറ്റേ ദിവസം മറ്റോ ആ ഡോക്യുമെന്റ്സ് കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതും അവിടെ ഇരിക്കുന്നത് പലതും നേപ്പാളി സ്റ്റാഫാണ്. വല്ലാത്തൊരവസ്ഥയാണ്. ഒരുപാട് ഫാമിലികൾ വല്ലാത്ത സങ്കടത്തിലുണ്ട്. അതായത് 4 ദിവസത്തെ നേപ്പാൾ ട്രിപ്പിന് പോയാൽ 2 ദിവസം ഈ NOC എംബസി കാര്യങ്ങൾക്ക് മാറ്റിവെക്കണം. ഓരോ പാസഞ്ചറും പാസ്പോർട്ടുമായിട്ട് നേരിട്ട് എംബസിയിൽ തന്നെ പോവുകയും വേണം. പെഹൽഗാം സംഭവത്തിന് ശേഷമുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു തീരുമാനമെന്നാണ് ശശിധരൻ നായർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എങ്കിലും ഫ്രീ അല്ല. പാസ്പോർട്ട് ഒന്നിന് 2500 രൂപ വീതം അവർ വാങ്ങിവെക്കുന്നുണ്ട്. അതായത് ഒരു 4 മെമ്പർ ഫാമിലി ഉണ്ടെങ്കിൽ 10,000 രൂപ ഈ ഒരു NOCക്ക് വേണ്ടി മാറ്റിവെക്കണം. എന്തിനു വേണ്ടിയിട്ട്? നമ്മൾ നേപ്പാളിലെത്തി നമ്മൾ തിരികെ വരുന്നത് ഇന്ത്യയിലോട്ടല്ല, ദുബായ് പോലുള്ള മറ്റൊരു ഡെസ്റ്റിനേഷനിലേക്കാണെന്നുണ്ടെങ്കിൽ അതിന് അവരുടെ അനുമതിക്ക് നമ്മൾ അവർക്ക് ഇത്തരത്തിലുള്ള 4 മെമ്പർ ഫാമിലി ആണെങ്കിൽ 10,000 രൂപ മാറ്റിവെക്കണം. ഈ നിയമങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ചില മനുഷ്യരായിരിക്കുമല്ലോ, അവരോടാണ്. സുരക്ഷയുടെ കാര്യമായതുകൊണ്ട് നിങ്ങൾ പറയുന്നത് എന്തും നമ്മളൊക്കെ അനുസരിച്ചോളാം. എന്നാലും ഇത്തരം കാര്യങ്ങളൊക്കെ നേരത്തെ ഒന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ, അറിഞ്ഞു വെച്ചിരുന്നുവെങ്കിൽ കുറേയേറെ ബുദ്ധിമുട്ടുകൾ കുറേ മനുഷ്യർക്ക് ഒഴിവാക്കാമായിരുന്നു. അതോടൊപ്പം തന്നെ ഇത് AI കാലമാണ്. ഈ ബിവറേജസ് സ്റ്റോറിന് മുമ്പിൽ ആളുകളെ വരി നിർത്തുന്നത് പോലെ മണിക്കൂറുകളോളം ക്യൂ നിർത്തി NOC കൊടുക്കുന്ന പരിപാടി, അതൊക്കെ ഒന്ന് മാറ്റേണ്ട സമയമായിട്ടില്ലേ? എന്തായാലും ശശിധരൻ നായരുടെ 4-ഡേ ട്രിപ്പിൽ 2 ദിവസം NOCക്ക് വേണ്ടിയിട്ട് പോയി. നിങ്ങൾ ഈ ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും നേപ്പാളിലേക്ക് പോകുന്നു എങ്കിൽ തിരികെ വരുന്നത് ഇന്ത്യയിലോട്ടല്ല, ദുബായ് പോലുള്ള മറ്റ് ഡെസ്റ്റിനേഷനിലേക്കാണെങ്കിൽ ഈ NOCയുടെ കാര്യം മനസ്സിൽ വയ്ക്കുക. ഇപ്പം അടുത്ത കാലത്ത് എന്തെങ്കിലും നേപ്പാൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ അവർ കൂടി ഒന്ന് അയച്ചു കൊടുത്തോളൂ. ഹാവ് എ സേഫ് ട്രിപ്പ്.